ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. എന്നാലും അമ്മേ, പാർവതിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കുന്നെന്ന് വിനയ് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ലടാ, നമുക്ക് എന്താണെങ്കിലും കാത്തിരുന്ന് കാണാമെന്ന് പ്രഭാവതി പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പല്ലവി തൻ്റെ അമ്മയെ വിളിക്കുന്നതാണ്. ഞാൻ നിന്നോട് പിണക്കമാ പല്ലവി, വിവാഹം കഴിഞ്ഞു ശരി, പക്ഷേ നിനക്കും നിന്റെ ഭർത്താവിനും ഇതുവരെ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പോലും ആയില്ലല്ലോ എന്നൊക്കെ അമ്മ പറയുമ്പോൾ പല്ലവി പറയുകയാണ്, അമ്മ വിഷമിക്കാതെ, ഞങ്ങളൊരു ദിവസം വരാം. ഇപ്പം ഞാൻ വിളിച്ചത് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് ഒരു മുഹൂർത്തം കുറിച്ചു തരാൻ മുത്തശ്ശനോട് പറയാനാ. അപ്പോൾ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പ്രഭാവതി അമ്മയാ പറഞ്ഞത് മുത്തശ്ശനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാനെന്ന് പല്ലവി പറയുന്നു. ശരി മോളെ, മുത്തശ്ശൻ വരട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് റിയയെയാണ്. റിയ ആരോടോ രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് വരികയാണ് ഗാർഗി. ഗാർഗി ഒളിച്ചു നിന്ന് കേൾക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാർഗിക്ക് ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് ഗാർഗി രണ്ടും കൽപ്പിച്ച് റിയയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ റിയ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, ഇതെൻ്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം ഞാൻ പോകുമെന്ന് ഗാർഗി പറയുന്നു. അല്ല, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ റിയ ചോദിക്കുകയാണ്, നീ എന്നെ ചോദ്യം ചെയ്യാനും മാത്രം വളർന്നു. ഈ റിയ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ലെന്നൊക്കെ റിയ പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, നിനക്ക് എന്നെയാ ശരിക്കും അറിയാത്തത്. ഞാൻ വിചാരിച്ചാലേ നിന്നെ ഇപ്പോൾ ഇവിടുന്ന് തള്ളിയിട്ട് കൊല്ലുക വരെ ചെയ്യാം. പിന്നെ എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന ഒരു അതിഥി, ആ ഒരു പരിഗണന ഞാൻ നിനക്ക് തരുന്നതുകൊണ്ടാണ് നിന്നോട് കൂടുതൽ മെക്കിട്ട് കയറാൻ ഞാൻ വരാത്തത്. എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തതെന്ന് ഗാർഗി പറയുമ്പോൾ റിയ പറയുകയാണ്, നീ നിന്റെ ഭർത്താവിനെ കടൽ പോലെ സ്നേഹിച്ചിട്ടും നിന്റെ ഭർത്താവിന് എന്നോടാണല്ലോ ഗാർഗി സ്നേഹം മുഴുവനും. അവന് നിന്നോട് സ്നേഹം തോന്നുകയാണെങ്കിലേ നിനക്ക് ഞാൻ അവനെ വേണമെങ്കിൽ വിട്ടുതരാം, എനിക്കതിന് ഒരു കുഴപ്പവുമില്ല. നീ ആദ്യം നിന്റെ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് റിയ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. പാറു വിശാലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വിശാൽ പറയുകയാണ്, തനിക്കിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ പോലും സമയമില്ല. തന്നെ അടുത്ത് കിട്ടണമെങ്കിലേ തപസ് ചെയ്യേണ്ട അവസ്ഥയാണ്. എൻ്റെ വിശാൽ സാറേ, എന്തൊക്കെ ജോലി ചെയ്താലും എൻ്റെ മനസ്സിൽ എപ്പോഴും വിശാൽ സാറിൻ്റെ മുഖമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വിശാലിൻ്റെ മുഖത്ത് ഉമ്മ കൊടുക്കുകയാണ് പാറു. തുടർന്ന് പാറു പറയുകയാണ്, വിശാൽ സാറ് എനിക്കൊരു ഉപകാരം ചെയ്യണം. അതെന്താന്നല്ലേ, ആ റിയയുടെ ഫോണ് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടണം. റിയ എപ്പോഴും പ്രഭാവതി അമ്മയും വിനയും സംസാരിക്കുന്ന സമയത്ത് മാറി നിന്ന് ആരെയോ രഹസ്യമായി വിളിക്കുന്നത് കാണാം. എടോ, അവൾ ആരെയെങ്കിലും വിളിക്കട്ടെ, നമുക്കതിനെന്താന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പറ്റില്ല സാർ, അവൾ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും ഗാർഗി നമ്മുടെ ഒപ്പം ഉണ്ടാകും, സാറും ഞങ്ങളുടെ ഒപ്പം വേണമെന്ന് പറഞ്ഞ് പാറു പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിനയ് പാറു പറഞ്ഞ കാര്യങ്ങളെല്ലാം റിയയോട് പറയുന്നതാണ്. അതെങ്ങനെ പാർവതി അറിഞ്ഞു അരവിന്ദൻ സാറിന് അപകടം വരാൻ പോകുന്നെന്ന് എന്ന് റിയ ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന പല്ലവി പറയുകയാണ്, അതെ, അവൾക്കതൊക്കെ നേരത്തെ തന്നെ അറിയാൻ സാധിക്കും. ഇത് കേൾക്കുന്ന റിയ ചോദിക്കുകയാണ്, അതിന് അവൾക്കെന്താ ദിവ്യദൃഷ്ടിയുണ്ടോ? ഇത് കേൾക്കുന്ന പല്ലവി മനസ്സിൽ പറയുകയാണ്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയണ്ട, പിന്നീട് അത് പുലിവാലാകും. അത് പിന്നെ അവളിടയ്ക്ക് സ്വപ്നങ്ങളൊക്കെ കാണുമേ, അവൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നടക്കാറുമുണ്ട്. എന്താണെങ്കിലും ആ സാറ് സൂക്ഷിച്ചാൽ ആ സാറിന് കൊള്ളാമെന്ന് പറഞ്ഞ് പല്ലവി അകത്തേക്ക് പോകുന്നു. തുടർന്ന് റിയ മനസ്സിൽ പറയുകയാണ്, നിന്റെ ചേച്ചി സ്വപ്നം കണ്ടതാണെങ്കിലും അല്ലെങ്കിലും അരവിന്ദന് അപകടം സംഭവിച്ചിരിക്കും, അത് അച്ചട്ട. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ആചാര്യ വക്കീൽ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം മോഷ്ടിക്കാനായി പാറുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. തുടർന്ന് ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ആരും വരാതെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി ആ സഞ്ചി തപ്പിയെടുക്കുകയാണ്. സഞ്ചിയിൽ നിന്നും ഡോക്യുമെന്റ്സ് എടുക്കാനായി അതിൽ കൈയിടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പാവയാണ് ഉണ്ടായിരുന്നത്. ഇത് കാണുന്ന പ്രഭാവതി ഞെട്ടലോടെ താഴേക്ക് വീഴാൻ പോകുമ്പോൾ പാറു വന്ന് പ്രഭാവതിയെ താങ്ങി പിടിക്കുകയാണ്. അല്ല അമ്മ എന്താ ഈ മുറിയിൽ? അത് പിന്നെ ഓ, ആചാര്യ വക്കീൽ തന്ന പേപ്പറുകൾ തപ്പാൻ വന്നതായിരിക്കും അല്ലേ അമ്മ? അതിനു വേണ്ടിയാ അമ്മ വന്നതെന്ന് ഈ സഞ്ചി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്ന് പാറു പറയുന്നു. എൻ്റെ പ്രഭാവതിയമ്മേ, ഈ സഞ്ചിയിൽ നിന്ന് ഞാൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം മാറ്റി വേറെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാ. എനിക്കറിയാലോ നിങ്ങൾ ഇതൊക്കെ തിരഞ്ഞു വരുമെന്ന്. പ്രഭാവതി അമ്മയ്ക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ ആ വിൽപത്രത്തിൻ്റെ 2 ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നേനെയല്ലോ. ഇതൊക്കെ കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് പ്രഭാവതി. ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ്, നിന്റെ സാമർത്ഥ്യവും അതിബുദ്ധിയും ഒന്നും തന്നെ എൻ്റെ അടുത്ത് വേണ്ട. നീ എവിടെ കൊണ്ടുവച്ചാലും ഞാൻ ആ ഡോക്യുമെന്റ്സ് തപ്പിയെടുത്തിരിക്കും. അധികം വൈകാതെ തന്നെ നിന്നെ ഞാനിവിടുന്ന് പടിയിറക്കുമെന്ന് പറഞ്ഞ് പ്രഭാവതി മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അംബിക
പല്ലവിയുടെ ശാന്തി മുഹൂർത്തത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കാനായി ജോൾസിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നതാണ്. ഈ നാട്ടിലെ തന്നെ വലിയ ശാസ്ത്രികളല്ലേ വീട്ടിലുള്ളത്, പിന്നെ എന്താ എന്നെ തേടി വന്നതെന്ന് ജോൾസ്യൻ ചോദിക്കുമ്പോൾ അംബിക പറയുകയാണ്, അദ്ദേഹം നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രികൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് ജോൾസ്യൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. റിയയുടെ ഫോൺ അടിച്ചു മാറ്റാനായി പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് പാറുവും വിശാലും ഗാർഗിയും. റിയ വരുന്നത് കണ്ടിട്ട് പാറു പറയുകയാണ്, സാർ അവൾ വരുന്നുണ്ട്, അവളെ എങ്ങനെയെങ്കിലും കുറച്ചു നേരം ഇവിടെ പിടിച്ചു നിർത്തണം. അങ്ങനെ റിയ അകത്തേക്ക് കയറി വരുമ്പോൾ റിയയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിശാൽ. എന്തുപറ്റി പതിവില്ലാതെ വിശാല് എന്നെ നോക്കി ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് റിയ. അല്ല, റിയ എവിടെ പോയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണെന്ന് റിയ പറയുന്നു. പുറത്തൊക്കെ ഭയങ്കര ചൂടാണല്ലേ? അതെ വിശാൽ, വിനയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് കരുതിയാ ഞാൻ കാർ എടുക്കാഞ്ഞത്. അങ്ങനെയെങ്കിൽ റിയയ്ക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് വിശാൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് വിശാലിനെ നോക്കുകയാണ് റിയ. അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വരികയും റിയയുടെ ബാഗിൽ നിന്നും പതിയെ ഫോൺ എടുത്തുകൊണ്ട് പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.